ചവറ കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫിന്റെ ഒരു രീതി പോലും പുലർത്തിയില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, ബാക്കി എല്ലാം ചവറായി പോയി. സെക്കൻഡ് സീൻസ് ഇല്ലാത്തതാണോ പ്രശ്നം? സീൻസ് ഉണ്ട്, പക്ഷെ അവസാനം എല്ലാം സീരിയൽ ലെവൽ മേക്കിംഗ് ആയി, ഒട്ടും കൊള്ളത്തില്ല. ഇമോഷണൽ സീൻസ് ഒന്നും വർക്കായില്ല. നല്ല ഷോക്കായിരുന്നു. തിയേറ്റർ കൂവലായിരുന്നു. ഇമോഷണൽ സീൻസ് വരുന്നത് ഞാനും കേട്ടു കുറച്ച് കൂവൽ, അതുകൊണ്ട് ചോദിക്കുന്നു. മറ്റേ ഫസ്റ്റ് ഹാഫ് നൈസ് തുടക്കമൊക്കെ നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഇന്റർവൽ പഞ്ചൊക്കെ സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സാരി കൊടുക്കാൻ പോയില്ലേ, അത് കഴിഞ്ഞ് അവിടെ തൊട്ടങ്ങോട്ട് അവരാധം പടം ഫുള്ള് വളരെ ശോകം. ക്ലൈമാക്സ് ഒക്കെ പക്കാ സീരിയൽ എടുത്ത് വെച്ചേക്കും. അല്ല, എന്നാലും നമ്മളൊരു പ്രതീക്ഷ വയ്ക്കുമല്ലോ, ഒരു ഹൈ ആണ്, അങ്ങനെ ഒന്നും തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നില്ല. ഹൈ മൊമെന്റ് ഒന്നും ഇല്ലായിരുന്നു. സാധാ ചെമ്മ എന്തൊക്കെയാ കാണിക്കുന്നത്. അല്ലുവർഷം കൊള്ളായിരുന്നു. പുള്ളിക്കാരൻ മാക്സിമം കിടന്ന് മാസം കാണിക്കുന്നുണ്ട്, പക്ഷെ സീനൊരു ഇമ്പാക്ട് ഇല്ല. സെക്കൻഡ് ഹാഫ് ട്രാക്ക് മാറിയതായിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട്, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? സെക്കൻഡ് ഹാഫ് ട്രാക്ക് മാറി ഇത് തന്നെ കാണിക്കാൻ നോക്കുന്നത്, പക്ഷെ ചന്ദനക്കടത്തൊക്കെ മാറി വേറെ എന്തൊക്കെ കാണിക്കുന്ന കണക്കായിരുന്നു. ചുമ്മാ പാർട്ടിലേക്കുള്ള ലീഡ് എങ്ങനെയുണ്ട്? ലീഡ് മൊത്തം സീരിയലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഒരു തേർഡ് പാർട്ടി പേര് അങ്ങനെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നബി ഉറക്കം കളഞ്ഞത് മാത്രം മിച്ചം, അത് മാത്രമേ പറയാവുള്ളൂ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കുറച്ച് ലാഗ് മീൻസ് അങ്ങനെയല്ല, കുറച്ച് ഓവറായിപ്പോയി, അത്ര മാത്രമേ പറയാവുള്ളൂ. ഇത് മാത്രമേ കണ്ടിട്ടില്ല, കടിച്ചു തിന്നണത്. ഓ മാരകം. പോട്ടോ. പുഷ്പരാജ്. പിന്നെ അണ്ണഞ്ഞ വേറെ ഡയലോഗ് ഉണ്ട് കേട്ടാ പുഷ്പയില്ല. ഡയലോഗ് എന്നറിയാമോ? ഈ സാരി ഉടുത്തോണ്ട് വരുമായിരുന്നു. സാരി ഉടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് അണ്ണന്റെ ഡയലോഗ് ഞാൻ പറയണേ, ആണുങ്ങൾ സാരി ഉടുക്കുന്നത് ദേവിക്ക് നമ്മൾ നേർച്ച ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദേവി നടത്തി തരുമെന്നാണ് പറയുന്നത്. അതാണ് പുഷ്പ, അതാണ് അണ്ണൻ സാരി ഉടുത്തത്. മനസ്സിലായില്ലേ? അത് സിനിമയിലെ ഡയലോഗാണ്. എന്നാലും ആവറേജ് മൂവിയാണ്, കുറ്റം പറയുന്നില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോയതാണ്. പക്ഷേ ഈ സ്റ്റണ്ട് നമുക്കൊന്ന് ചൊറിയാനും പറ്റൂല, ഒന്ന് തൂറാനും പറ്റൂല, വല്ലാത്തൊരവസ്ഥ. സുമേഷേ പുഷ്പടാ. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുക, സെക്കൻഡ് ഹാഫ് ഒരു ഇതില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുക, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. എല്ലാരും കടന്ന് ചിരിക്കുകയും അറിയാം, അവിടെയൊക്കെ എല്ലാരും സാഡ് പാട്ടിന്റെ ആവശ്യം. മലയാളം വലിയ ഗുമ്മില്ല പടം. പ്രതീക്ഷ അത്രയൊന്നുമില്ലോ, ഒരുപാട് പ്രതീക്ഷിച്ച് മാസമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോയി, പക്ഷെ അതൊന്നും നമുക്ക് കിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അതൊന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പടം ഒക്കെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ നമ്മൾ ചില സിനിമകളിൽ മാസ് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചടപടപടപടേന്നുള്ളൊരു പോക്കായിരിക്കും എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ പീസിലാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാസ് എലമെന്റ്സിൽ ഇട്ടാ പോകുന്നത്. പുഷ്പ ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ അണ്ണന്റെ. കൈയും കാലും കെട്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. കൈയും കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റില്ല, ഒന്ന് ചൊറിയാൻ പോലും പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ ഒന്ന് തൂറാൻ പോലും പറ്റൂല. ആ അണ്ണ ഒരു 19 വില്ലന്മാർ വരുമ്പോൾ കറങ്ങി പറന്നൊക്കെ അടിക്കണം. പക്ഷെ അത് മോശമായി പോയി, ബാക്കിയൊന്നും കുഴപ്പമില്ല. കോസ്റ്റ്യൂം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനിത് കെട്ടാൻ വേണ്ടി എനിക്ക് എന്റെ ഭാര്യ ആദ്യം പറഞ്ഞായിരുന്നു. പിന്നെ ഇതെല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫാണ്, ടീച്ചർ എന്ന് പറയുന്നത് നിത്യ എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവരാണ് ഇതെല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. പിന്നെ പൈസയൊക്കെ തന്ന് സഹായിച്ചത് ദൃശ്യം എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് സിനിമ ഇഷ്ടപ്പെട്ടത്. സിനിമ ബ്രോ ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു അല്ലു അർജുൻ ഫാനും കൂടെയാണ്. അല്ലു അർജുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു കോമഡി പോലെയായി. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു സെന്റിമെന്റ്സ് ഒരു കോമഡി ആയിട്ട് തോന്നി. എന്നാലും ആവറേജ് മൂവിയാണ്. നമുക്ക് പൈസ എന്തിനാലും 2 സ്റ്റെപ്പ് വയ്ക്കും. പുഷ്പ പുഷ്പല 2 സ്റ്റെപ്പ്. പുഷ്പ ഇതിലാണ് കളിക്കുക. പുഷ്പ ഒരു 3.5 മണിക്കൂർ വെറുപ്പീരല്ല, ബട്ട് അതിന്റെ ഗ്രാഫ് ഇറ്റ്സ് ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ ഗ്രാഫാണ്. ഒരു സമയത്ത് നല്ലൊരു ഫ്ലോയിൽ അങ്ങ് പോകും, ചില സമയത്ത് അങ്ങ് താന്നു പോകും, പിന്നെ വീണ്ടും ഹൈപ്പായിട്ട് വരും, വീണ്ടും താന്നു പോകും. സോ ഒരു കൈൻഡ് ഓഫ് ഒരു കുറച്ച് ഉറക്കം തൂങ്ങലാണ്, കുറച്ച് ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു. മൂവി എനിക്ക് പാർട്ട് 1 വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്പാരിസൺ അല്ലേ മൈൻഡിൽ കാണുള്ളൂ. ഓൾറെഡി ഇതിന്റെ ഒരെണ്ണം ഇറങ്ങിയതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പം ഒട്ടും ഒരു പാർട്ട് 1 വെച്ച ഒന്നുമല്ല.
പിന്നെ കുറേ സീൻസ് ഒക്കെ അവർക്ക് കട്ട് ഷോട്ട് ചെയ്യാമായിരുന്നു. അതായത് നമുക്കിപ്പോൾ എക്സാമ്പിളിന് ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു ഡയലോഗ് സീക്വൻസ് ആണെങ്കിലും അത് ഭയങ്കര ലെങ്ത് ആയിട്ട് അത് പോകുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഓക്കെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഫൈറ്റാണ്. എവിടെയോ കൊണ്ടുവന്ന് അങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഇൻ പേഴ്സൺ തോന്നിയത്. തേർഡ് പാർട്ട് വേണമല്ലോ എന്ന് കരുതിയ ഒരു തേർഡ് പാർട്ടും ഒരു വില്ലൻ വേണം, അതിനൊരു വില്ലൻ വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു കഥയും അങ്ങനെ തോന്നി. റൊമാൻസ് ഒക്കെ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നിയത്. റൊമാൻസ് ഇതിന് ഇടണം എന്ന് കരുതി ഇട്ടേക്കുന്ന ഒരു റൊമാൻസും പാട്ട് വേണമല്ലോ എന്ന് കരുതി ആ സിറ്റുവേഷനിൽ ഒരു പാട്ടും ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി എനിക്ക് വലിയ വെയിറ്റിംഗ് ഒന്നുമില്ല. ഞാനത് OTT-യിലാണെങ്കിലും കണ്ടോളാം. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ട്രെയിലറിൽ തന്നൊരു സംഭവം ഉണ്ടല്ലോ, അത്